ഹലോ ഗായ്സ്, നമുക്കിന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഉള്ളിക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കും ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ ഒരു പാനിലേക്ക് ഒരു അല്പം എണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും ഒരു 2 സവാളയും കുറച്ച് പച്ചമുളകും കൂടെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ ഒരല്പം ഉപ്പും കൂടെ ചേർത്താൽ നമ്മൾക്ക് പെട്ടെന്ന് ഇത് വഴന്ന് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ ഇതെല്ലാം കൂടെ ഇളക്കി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കിനും നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർക്കാം. ആദ്യമേ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ജീരകം, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റണം. ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നോടും വരെ വേണം കേട്ടോ ഇതൊന്ന് വഴറ്റാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതിലേക്ക് ഒരു തക്കാളിയും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നീട് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടെ ഇളക്കണം. പിന്നീട് ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ് നേരം മൂടി വെച്ചിട്ട് വേവിക്കണം. അങ്ങനെ നമ്മൾ 10 മിനിറ്റിന് ശേഷം മൂടി വെച്ചതൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് സവോളയൊക്കെ വേകാണ്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് തവി കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതുകൂടാണ്ട് അതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ ഒരു പുളിയും എരിവും മധുരവും ഒക്കെ ആകുമ്പോഴത്തേക്കും ഉള്ളിക്കറിക്ക് നല്ല സ്വാദാവും കേട്ടോ. അങ്ങനെ നമ്മുടെ ഉള്ളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിക്കറിൻ്റെ ഒപ്പം നമുക്കിന്ന് കഴിക്കാൻ ചപ്പാത്തിയാണുള്ളത്. അപ്പം നമ്മൾ ചപ്പാത്തി പെട്ടെന്ന് ചുട്ടെടുക്കാം. നമ്മുടെ ഇവിടെ ഇൻസ്റ്റന്റ് ചപ്പാത്തിയാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ചപ്പാത്തി എല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് ബാച്ചിലേഴ്സിന് പറ്റിയൊരു കറിയാന്ന് പറഞ്ഞല്ലോ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു കറീൻ്റെ കൂടെ നമ്മൾ കുറച്ച് മുട്ട ചേർക്കുകയാണെങ്കിൽ നമുക്ക് മുട്ടക്കറി ആയിട്ടും ചിക്കൻ ചേർക്കുകയാണെങ്കിൽ ചിക്കൻ കറി ആയിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞങ്ങളിവിടെ മുട്ടയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ 2 മുട്ട നമ്മൾ പുഴുങ്ങിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ ഒരു ഉള്ളിക്കറി നമുക്ക് മുട്ടക്കറി ആയിട്ടും ചിക്കൻ കറി ആയിട്ടും എന്ത് കറി ആയിട്ടും നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.